ഇന്നത്തെ കഥ ഇന്നലത്തെ ബാക്കി ലെയർ കട്ടിൻ്റെ കാര്യങ്ങളാണ് ഞാൻ പറയാൻ പോകുന്നത്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുവാണോ എന്ന് എനിക്കറിയില്ല. ഇഷ്ടപ്പെടാത്തവർക്ക് സ്കിപ്പ് ചെയ്ത് പോവാം. നമ്മൾ ലെയർ ചെയ്യുമ്പോൾ ഞാൻ നേരത്തെ ഇന്നലെ പറഞ്ഞതുപോലെ തന്നെയാണ്, ഒരിക്കലും ബ്ലോ ഡ്രൈയോ അല്ലെങ്കിൽ അയണിങ്ങോ ചെയ്തിട്ട് ഹെയർ ലെയറോ അല്ലെങ്കിൽ ഫെദറോ ഒന്നും തന്നെ ചെയ്യാൻ പാടില്ല. കാരണം അവരെ ഇപ്പോൾ ഈ ചെയ്യുന്ന ക്ലയൻറ്റ്, അതായത് ലെയർ ചെയ്യുന്ന അല്ലെങ്കിൽ ഫെദർ ചെയ്യുന്ന ക്ലയൻറ്റ് ഡെയിലി അയണിങ്ങോ അല്ലെങ്കിൽ ബ്ലോ ഡ്രൈയോ ചെയ്തിട്ട് പുറത്ത് പോകുന്നവരായിരിക്കില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് ഇപ്പോൾ കേളി ഹെയറൊക്കെ ആണെങ്കിൽ അവർക്ക് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അവരുടെ നാച്ചുറൽ ഹെയർ എന്താണോ അത് വെച്ച് തന്നെ നമ്മൾ ലെയർ കട്ട് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ ഞാൻ ഇപ്പോൾ ചെയ്തിരിക്കുന്നത് നാച്ചുറൽ അവരുടെ ഹെയറിലാണ് ലെയർ ചെയ്തിട്ട് അല്ലെങ്കിൽ ഫെദർ ചെയ്തിട്ട് ബ്ലോ ഡ്രൈ ചെയ്തിട്ട് കൊടുത്തിരിക്കുന്നത്. അതിനുശേഷം ബ്ലോ ഡ്രൈ ചെയ്യുന്നതിന് യാതൊരു കുഴപ്പവുമില്ല. അത് കാരണം അത് നമുക്ക് അവർക്ക് ലെയർ അറിയിക്കാൻ വേണ്ടിയിട്ടാണ് അത് ആ ബ്ലോ ഡ്രൈ ചെയ്യുന്നത്. നോർമൽ ഹെയറിൽ ലെയർ കട്ട് ചെയ്തതിന് ശേഷം നമ്മൾ ബ്ലോ ഡ്രൈ ചെയ്തോ അയൺ ചെയ്തോ അവരെ ലെയർ കാണിക്കുന്നതിന് പ്രശ്നമില്ല. പക്ഷേ ലെയർ ചെയ്യുന്നതിന് മുന്നേ ബ്ലോ ഡ്രൈയോ അയണിങ്ങോ നമ്മൾ ചെയ്യാൻ പാടില്ല. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. അത് നമ്മളൊരിടത്ത് ഒരു പാർലറിൽ പോയാലും അവരോട് പറയേണ്ട കാര്യമാണിത്. ചെയ്തിടുന്ന സമയത്തുള്ള ഭംഗി മാത്രം നമുക്ക് പോരല്ലോ, അല്ലേ? ചെയ്തതിന് ശേഷമുള്ള ഭംഗിയും വേണം. അപ്പോൾ നമുക്ക് അങ്ങനെ നമ്മൾ ചെയ്തിടുമ്പോൾ ഇത് ഞാൻ പറഞ്ഞല്ലോ, ഇതെല്ലാം നോർമൽ ഹെയറിൽ കട്ട് ചെയ്തതിന് ശേഷം ബ്ലോ ഡ്രൈ ചെയ്തിട്ടിരിക്കുന്ന ഹെയർ ആണ്. ബ്ലോ ഡ്രൈ പെർമനൻ്റ് ആയിട്ടുള്ള ബ്ലോ ഡ്രൈ അല്ല ചെയ്തിരിക്കുന്നത്. പക്ഷേ ഇങ്ങനെ തന്നെ വളഞ്ഞു കിടക്കുകയും ചെയ്യുന്നതാണ്.